ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് COUNTIFS എന്ന ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കൗണ്ട് ഫംഗ്ഷനും COUNTIF ഫംഗ്ഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിരുന്നു. ഓക്കെ, ഇന്ന് COUNTIFS ഫംഗ്ഷൻ ആണ്. കൗണ്ട് ഫംഗ്ഷൻ പോലെയോ അല്ലെങ്കിൽ COUNTIF ഫംഗ്ഷൻ പോലെയോ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ഫംഗ്ഷനാണ് COUNTIFS. COUNTIFS എന്ന് പറയുന്നത് കൗണ്ട് ഇഫ് എന്ന ഫംഗ്ഷനിൽ നമുക്ക് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു ക്രൈറ്റീരിയ മാച്ച് ആവുന്ന സെല്ലുകളുടെ കൗണ്ട് ആണ് നമുക്ക് ആ ഫോർമുല റിട്ടേൺ ചെയ്ത് തരിക. അതുപോലെ ഇതിൽ ഒന്നോ അതിലധികമോ ക്രൈറ്റീരിയസ് നമുക്ക് അറ്റ് എ ടൈം ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളുടെ കൗണ്ട് നമുക്ക് ഈ ഫോർമുല റിട്ടേൺ ചെയ്ത് തരും. അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സെയിൽസ് ഡാറ്റയാണ്. അതിൻ്റെ അകത്ത് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ പേരുകളുണ്ട്, അതുപോലെ അവരെ ഹാൻഡിൽ ചെയ്യുന്ന ബ്രാൻഡുകളുടെ പേരുകളുണ്ട്, അതുപോലെ അവരെ ഹാൻഡിൽ ചെയ്യുന്ന ഏരിയാസിൻ്റെ പേരുകളുണ്ട്. ഞാനിത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഫോർമുല വെച്ച് COUNTIFS എന്ന ഫോർമുല വെച്ചിട്ട് C4 തൊട്ട് C18 വരെയുള്ള ഡാറ്റകളിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് 1 എന്നും D4 മുതൽ D18 വരെയുള്ള സെല്ലുകളിൽ നിന്നും സാംസങ് എന്ന് വരുന്ന അതുമായിട്ടുള്ള ഡാറ്റയുടെ ടോട്ടൽ കൗണ്ട് ആണ് എനിക്ക് ഫോർമുല റിട്ടേൺ ചെയ്ത് തരേണ്ടത്. അതായത് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് 1 എന്നും സാംസങ് എന്നും അടുപ്പിച്ച് വരുന്ന എത്ര ഡാറ്റ ഉണ്ടോ അതാണ് എനിക്കിന്ന് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈക്വൽ സൈൻ കൗണ്ട് ഇഫ് എസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ക്രൈറ്റീരിയ റേഞ്ച് 1. ക്രൈറ്റീരിയ റേഞ്ച് 1 എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സെയിൽസ് റെപ്പ് 1 എന്നുള്ള കോളമാണ്. അതായത് സെയിൽസ് റെപ്പ് 1 എന്നുള്ള ഡാറ്റയാണ് എനിക്ക് എടുക്കേണ്ടത്. അപ്പോൾ സെയിൽസ് റെപ്പ് 1 ഉൾക്കൊള്ളുന്ന C4 തൊട്ട് C18 വരെയുള്ള സെൽസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. കോമ, അതിലെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ക്രൈറ്റീരിയ ഞാനിവിടെ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കുന്നുണ്ട്. സെയിൽ റെപ്പ് 1. ഓക്കെ, ഫസ്റ്റത്തെ ക്രൈറ്റീരിയ കഴിഞ്ഞു. അടുത്തത് ക്രൈറ്റീരിയ റേഞ്ച് 2. ക്രൈറ്റീരിയ റേഞ്ച് 2 എന്നുള്ളത് എനിക്ക് എടുക്കേണ്ടത് സാംസങ് എന്ന വാല്യൂ ആണ്. അപ്പോൾ സാംസങ് എന്ന വാല്യൂ ഉൾക്കൊള്ളുന്ന D4 തൊട്ട് D18 വരെയുള്ള ഡാറ്റ സെറ്റ് അല്ലെങ്കിൽ സെല്ലുകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. കോമ ഇട്ടു. അതിലെ ക്രൈറ്റീരിയ എന്താണ്? അതിലെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സാംസങ് ആണ് എനിക്ക് എടുക്കേണ്ടത്. അപ്പോൾ ക്രൈറ്റീരിയകൾ നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മാനുവലായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ തന്നെ ടൈപ്പ് ചെയ്യണം. ഞാൻ ആദ്യമേ ടൈപ്പ് ചെയ്തിട്ടുണ്ട് സെയിൽ റെപ്പ് എന്നുള്ളതും സെയിൽ റെപ്പ് 1 എന്നുള്ളതും ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അതായത് സെയിൽ റെപ്പ് എന്നും സാംസങ് എന്നും ഒരുപോലെ വരുന്ന 2 സെയിൽ റെപ്പ് 1 എന്നും സാംസങ് എന്നും ഒരുപോലെ വരുന്ന 2 സെല്ലുകളെ ഈ ഷീറ്റിലുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. 1, 2 ഇത് രണ്ടും മാത്രമാണ് ഇപ്പോഴുള്ള സെല്ലുകൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ ഈ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഫോർമുല നോക്കുമ്പോൾ ഞാനിവിടെ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് സെൽ റെഫറൻസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിനി നോക്കിയ എന്ന ബ്രാൻഡും സെയിൽ റെപ്പ് 1 എന്ന ആളും വരുന്ന സെൽസ് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് ഈ സെല്ലിലേക്ക് ഞാൻ എൻ്റർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫോർമുല ഓപ്പൺ ചെയ്യാണ്. COUNTIFS ഓക്കെ, ഫോർമുല സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർമുല ബാറിൽ വന്നിട്ട് COUNTIFS ടൈപ്പ് ചെയ്തു.
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ക്രൈറ്റീരിയ റേഞ്ച് 1. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സെൽ റെപ്പ് 1. അപ്പോൾ ക്രൈറ്റീരിയ റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെയാണ്, അതായത് C4 തൊട്ട് C18 വരെയുള്ള റേഞ്ച്. അതിലെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സെയിൽ റെപ്പ് 1 ആണ്. അത് ഞാൻ ഇവിടെ സെല്ലിൽ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെല്ലിലുള്ള കണ്ടന്റ് എന്താണോ അത്, കോമ ക്രൈറ്റീരിയ റേഞ്ച് 2. ക്രൈറ്റീരിയ റേഞ്ച് 2 എന്ന് പറയുന്നത് ബ്രാൻഡുകളുടെ പേരുകളാണ്. ഓക്കെ, കോമ അതിലെ ക്രൈറ്റീരിയ എന്താണ്, ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ സെല്ലിലെ ഡാറ്റയാണ് വരുന്നത്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇതിൽ 2 എന്ന് പറയുന്ന വാല്യൂ ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അതായത് സെയിൽ റെപ്പ് 1 നോക്കിയ, സെയിൽ റെപ്പ് 1 നോക്കിയ, അങ്ങനെ ആകെ 2 കോളമേ ഇതിൻ്റെ അകത്തുള്ളൂ, അല്ല 2 ഡാറ്റാസേ ഈ റോസിലുള്ളൂ, അതായത് ഈ ടേബിളിലുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ രീതിയിലാണ് അതിൻ്റെ വർക്കിംഗ് വരിക. ഇനി ഞാൻ സെയിൽ റെപ്പ് 2 എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇവിടുത്തെ സെയിൽ റെപ്പ് 2 0 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. കാരണം എൻ്റെ അത് സെയിൽ റെപ്പ് 2 നോക്കി ഒരുമിച്ച് വരുന്ന ഒരു സെൽസും ഇല്ല. അതുപോലെ ഞാനിവിടെ സെയിൽ റെപ്പ് 2 ഇവിടെ MI എന്ന് കൊടുക്കുകയാണ്. അതിൽ 1 എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്തു. കാരണം ഇവിടെ MI സെയിൽ റെപ്പ് 2 എന്ന് പറയുന്ന ഒരേ ഒരു വാല്യൂ ആണ് ഉള്ളത്, ഒരേ ഒരു സെൽ കൗണ്ട് ആണ് ഉള്ളത്. അത് ആ സെൽ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ഓക്കെ, ഇത് 2 കണ്ടീഷൻസ് വെച്ചുള്ള, അല്ലെങ്കിൽ 2 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് 3 ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ എനിക്ക് വേണ്ടത് സെയിൽ റെപ്പ് 1 എന്നും 1+ എന്ന ബ്രാൻഡും 1+ എന്ന ബ്രാൻഡും സൗത്ത് ഏരിയ ഒരുമിച്ച് വരുന്ന എത്ര കോളംസ് ഉണ്ടെന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ എനിക്ക് ആ വാല്യൂ ഈ 3 സെല്ല് ഞാൻ മെർജ് ചെയ്തിട്ടുണ്ട്, ഇതിലേക്കാണ് എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. സോ ഞാൻ എൻ്റെ ഫോർമുല സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഫോർമുല ബാർ ചെയ്യുക, COUNTIFS കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്രൈറ്റീരിയ റേഞ്ച് 1. ക്രൈറ്റീരിയ റേഞ്ച് 1 എന്ന് പറയുന്നത് സെയിൽ റെപ്പ് 1 ആണ്. സെയിൽ റെപ്പ് 1 ആണ് നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ. അപ്പോൾ അത് ഉൾക്കൊള്ളുന്ന റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക, കോമ ക്രൈറ്റീരിയ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, കോമ ക്രൈറ്റീരിയ റേഞ്ച് 2. ഇവിടെ ക്രൈറ്റീരിയ റേഞ്ച് 2 വന്നിട്ടുണ്ട്. ക്രൈറ്റീരിയ നമ്മുടെ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബ്രാൻഡാണ്. അപ്പോൾ ബ്രാൻഡിൻ്റെ റേഞ്ച് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, കോമ ക്രൈറ്റീരിയ അത് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് സെല്ല് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ക്രൈറ്റീരിയ റേഞ്ച് 3, മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. അപ്പോൾ ഏരിയയുടെ സെൽസ് സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കോമയുടെ അത് ഏത് ക്രൈറ്റീരിയ ആണ് എന്ന് നോക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇതിൽ 0 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇപ്പോൾ റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അതായത് സെയിൽസ് റെപ്പ് 1 1+ സൗത്ത്, ഈ പറയുന്ന രീതിയിൽ ഒരു ഡാറ്റ പോലും ഇതിൻ്റെ അകത്ത് ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ സെയിൽ റെപ്പ് 1ൻ്റെ ഡാറ്റാസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സെയിൽ റെപ്പ് 1 1+ സൗത്ത് അങ്ങനെ ഒരു ഡാറ്റ ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. നമുക്ക് നോക്കാം, സെയിൽ റെപ്പ് 1 1+ ഈസ്റ്റ് നോക്കാം. ഈസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഡാറ്റ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ സൗത്ത് ഉണ്ടോ എന്ന് നോക്കാം, ഇല്ലെന്നാണ് പറയുന്നത്. ടേബിൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് സെയിൽ റെപ്പ് 1 1+ സൗത്ത് ഈ പറയുന്ന കോമ്പിനേഷനിൽ യാതൊരു വാല്യൂസും ഇതിൻ്റെ അകത്ത് ഇല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി സെയിൽ റെപ്പ് 2 ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു വാല്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമുക്ക് നോക്കാം എവിടെയാണെന്നുള്ളത്. സെയിൽ റെപ്പ് 2 1+ സൗത്ത്, ഇതാണ് ആ വാല്യൂ.
ഇതാണ് COUNTIFS ഫംഗ്ഷന്റെ ഉപയോഗം. നമുക്ക് ഇതുപോലെ COUNTIF എന്ന COUNTIFS എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഒരുപാട് വലിയ ടേബിളുകളിൽ നിന്നും കോമ്പിനേഷൻസോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ക്രൈറ്റീരിയയിലുള്ള സെൽസ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൗണ്ട്, അത് എത്ര കൗണ്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരു സെല്ലിലേക്ക് റിട്ടേൺ ചെയ്ത് മേടിക്കാൻ പറ്റും. ഇതാണ് COUNTIFSന്റെ നോർമൽ രീതിയിലുള്ള ഉപയോഗങ്ങൾ.